This video is sponsored by Digimark Academy. Learn digital, be digital. എന്റെ കൃഷ്ണ, എന്തൊരാർത്തി പിടിച്ച തീറ്റയാടാ അത്. നീ അവിടെ പട്ടിണി എടുക്കായിരുന്നോ? അവിടെ മിക്കപ്പോഴും ഹോട്ടലിൽ നിന്നല്ല ഭക്ഷണം. പിന്നെ റൂമിലെ ഭക്ഷണത്തിലാണെങ്കിൽ ഒരു രുചി ഉണ്ടാവില്ല. ആരാടാ ഉണ്ടാക്കണത്? ഞാൻ. ഹാ. വന്നാ ഇതെന്തോടി? ഇത് ചേട്ടന് കൊണ്ടുവന്ന ഇതൊന്നും കൊടുക്ക്. ഇതെന്താന്നാ? മണിച്ചേട്ടന് ഇഷ്ടമുള്ള സാധന. അല്ല, എന്നിട്ട് ഇത് ഇങ്ങനെയാ കൊണ്ടുവരുന്നത്? ഒരു പാത്രത്തിലാക്കാണ്ട് ഇതിങ്ങനെ വെച്ച മുഴുവനാവും തിന്നു. ഒരു കഷ്ണം പോലും എനിക്ക് കിട്ടില്ല. ആകെ വാടിപ്പോയി. പിന്നെ വരാവേ. പതുക്കിയോടടി. എന്തേത്? അത് തിന്നോക്കട. എന്താന്ന് കണ്ണൂടെ? അമ്മേ, കനകം മൂലം കാമനി മൂലം കലഹം പലവിധ മൂലകിൽ ഇത് അവളെ കുറിച്ചാ? അമ്മ തിരുമ്പോരും കൂടി വെച്ച് മണിയെ ഞാൻ ആ ദേവനെ കണ്ടിട്ട് വരാം. ഇന്ന് സ്കൂളിലോ ഇതെന്തോളെ കാണാത്ത? ഈ പടിമൂന്ന് വീട് എന്റെ കാലോടി, അത് ഉറപ്പാ. മാമൻ വന്നിട്ടുണ്ടേ. അയ്യോ, മാമൻ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്, അല്ലാതെ ചൈത്താൻ വന്നിട്ടുണ്ടെന്നല്ല. ചൈത്താനാണെങ്കിൽ പിന്നെയും സഹിക്കാം. അയ്യോ, ഇത് പെറ്റ തള്ള പോലും സഹിക്കില്ല. ഞാൻ പോവാ. അയ്യോ, എന്തൊരു സ്നേഹം. അല്ല, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ തന്നെ പോണത്. സർബത്ത് 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 എന്നാ കേറ്റി. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഞാൻ നിന്റെയൊക്കെ സർവന്റ് ആവുന്ന തോന്നണത്. ഓ, 2 റുപ്യ പോരുമ്പളത്തിന് 2000 വർത്താനം പറയണ ബോസേ. എല്ലാ ഭംഗിമാരും ഉണ്ടല്ലോ. ഇതാണ് സ്പെഷ്യൽ. എനിക്കൊരു പീസ്. ഞങ്ങൾക്ക് ഇടക്കിടക്ക് ഇങ്ങനെ പലഹാരം ഉണ്ടാക്കി തന്നത് ഇതൊക്കെ ഭയങ്കര ചെലവല്ലേ? എന്ത് ചെലവ്? പപ്പടത്തിന് മാവ് കുഴച്ചപ്പോഴേ കുറച്ച് മാവ് മിച്ചം വന്നു. ഞമ്മള് കുറച്ച് അരിപ്പൊടി ചേർത്ത് ഒരു സ്പെഷ്യൽ പലഹാരം അങ്ങോട്ട് ഉണ്ടാക്കി. 10 കാലുകൊണ്ട് ചവിട്ടി കുഴച്ച് മാവുണ്ടാക്കുന്ന പപ്പടം ഉണ്ടല്ലോ, എങ്ങനെയുണ്ട്? പുണ്യം കിട്ടും. ഈ പുണ്യം കൊണ്ട് തിന്നു. എന്റെ മക്കൾ ദ്വാ ചെയ്താ മതി. ഇത്തന്നെ പാത്ത് പപ്പടം വലിയ കമ്പനിയായി തീരാ. എടുക്ക. സൂപ്പർ. ആഹാ, ഇന്ന് പലഹാരം കൊണ്ടുവന്നേക്കണോണ്ട് ഉച്ചക്ക് ഊണ് വേണ്ടായിരിക്കും അല്ലേ? ഇത്ത ഒരുപാട് നാളെ ഒരു പാട്ടൊക്കെ പാടിയിട്ട് നീ ഒരു കൊട്ടം കൊട്ടിക്കേ. കസ്തൂരി തൈലമിട്ടു മോടി മിനുക്കി, മുത്തോട് മുത്തു വെച്ച വള കിലുക്കി. ഹലോ, ഇല്ലില്ല, ഇറങ്ങി. ഒരു 10 മിനിറ്റ് ഓട്ടോയിലേ ഉള്ളൂ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ഫോൺ കട്ടിയാലേ എനിക്ക് വണ്ടി കയറാൻ പറ്റുള്ളൂ. അവരെല്ലാം കയറി. ഓക്കെ. എടാ, അവിടെ നിന്ന് വിളി തുടങ്ങിയെന്ന്. ആകെ ഒരു 10 മിനിറ്റ് ഓട്ടം ഉണ്ട്. ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് എത്തിക്കാം. എന്താന്ന്? എത്തിക്കാന്ന്. ഓ, പോയി വണ്ടി ഇറക്കിട്ടാ. ഇവന്മാര് ഇറങ്ങണില്ലേ? 10 കിലോമീറ്റർ അപ്പുറത്ത് ഇറങ്ങാൻ ഞാനിവിടെ എത്തി. എന്നിട്ട് ഈ മുറിക്കുള്ളിൽ ഇവന്മാര് പുറത്തിറങ്ങില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ വന്നാ. ഇവിടെ ഇവിടെ ഈ ബ്രാൻഡി കളവ് വ്യത്യാസം ഉണ്ടല്ലോടാ. ബ്രാൻഡിയോ? അത് ചുക്കുകളല്ലേ? അത് ചുക്കോളോ? നിനക്ക് കുടിച്ചോക്കാൻ പറയാൻ പറ്റടാ. ബ്രാൻഡിയാണോ ചുക്കോളാണെന്ന്? ചുക്കുകളാണല്ലോ. അടിക്കരുത് പ്ലീസ്. ഒരബദ്ധം പറ്റിപ്പോയതാ. അന്നത്തെ ഷെയർ ചെയ്യാട്ടോളാം പ്ലീസ്. ഒരു ധൈര്യത്തിന് അടിച്ചിട്ട് പോകാൻ വേണ്ടി വെച്ചോ. എല്ലാരോടും പറഞ്ഞാറ്റിക്കരുത്, പറ്റിപ്പോയി. ഇല്ല, ടെൻഷൻ വേണ്ട. എത്തിക്കഴിഞ്ഞു. പ്ലീസ്. ഇയാളെ ഞാനിത് ചെറുതായി തരിപ്പുണ്ട് കേട്ടോ. എനിക്ക് തരിക്കണ്ട്. അയ്യോ, നിനക്ക് തരാൻ തരിക്കണ്ടെന്ന് പറയും. എന്റെ കള്ളോടുത്ത് പേടിച്ചേരാന്ന് പറഞ്ഞില്ലടോ. അത് പറയാനുള്ള മനസ്സിനെ കാണിച്ചിട്ട്. ഇവരിത് എവിടെ പോയതാ? എന്നോടൊന്നും പറഞ്ഞില്ല. ഓട്ടോറിക്ഷ കയറി ഒറ്റ പോക്ക.
നീ ഇവിടെ ഇരി. ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം. വേഗം കേട്ടോ. ആ ഒരു ലോട്ടറി തരിക, അടിക്കണതേ. അടിക്കണ ലോട്ടറി. കഴിഞ്ഞ ആഴ്ച ഒരു 5000 അടിച്ചാണല്ലോ. അതടിച്ച് തീർത്തു. ആ എത്രയായിട്ടാ? 50. നീ എവിടെ പോയതാ? ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്താ സംഭവം? ഞാനിന്ന് കല്യാണിനെ കണ്ടു. എവിടെ വെച്ച്? കല്യാണിയുടെ ഷോപ്പിൽ പോയി. എന്നിട്ട് ഞാൻ ആ ചെയിൻ തിരിച്ചു കൊടുത്തു. ഓ, അതിനാണ് ഇത്ര വലിയ സന്തോഷം. അതല്ലടാ, കല്യാണിക്ക് ഒരുപാട് സന്തോഷമായി. ഒത്തിരി സംസാരിച്ചു എന്നോട്. അവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവളോട് സംസാരിച്ചപ്പോ എനിക്കും എന്തോ എനർജി കിട്ടിയ പോലെ. നിനക്കിപ്പോ കല്യാണം കിട്ടിയപ്പോ ഞങ്ങളെയൊന്നും വേണ്ടല്ലോ. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ നിനക്ക് എന്നെ വിളിക്കായിരുന്നില്ലേ? അല്ലെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ആരെങ്കിലും നിന്നെ വിളിക്കൂ? കണ്ണ് ഞാൻ കുത്തി പിടിക്കട്ടോ. അല്ല, പിന്നെ എന്തൊക്കെ പറഞ്ഞു? കോഫി കുടിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് കുടിച്ചാ? പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. അതെന്തിനാ? അതാവുമ്പോ ഒരു തവണ കൂടി കാണാലോ. എന്റെ ദേവാ, ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. നീ അവളോർത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞു നടക്കണ വെറുതെയാണ്. എടാ, എനിക്ക് അവളെ ഇഷ്ടമാണെന്നല്ലേ ഉള്ളൂ. കെട്ടണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നോണ്ടല്ലേ. പോടാ, നിനക്ക് അസൂയ. പിന്നെ അസൂയ. രക്ഷപ്പെട്ടടാ. പിന്നെ രക്ഷപ്പെടണമെന്നെങ്കിൽ ഞാൻ മരിക്കണം. എന്നാലേ ഈ മരിച്ചത് കൂട്ടിക്കോ. എടാ, ബംഗാളി നാട്ടിൽ പോവാ. എനക്ക് മരുന്ന് വേണ്ടേ? ആ, നമ്മന്ന് കേറ്. ദേവാ പോരാട്ടാ. ഫ്രഷ് രൂപങ്ങളിലൂടെ കാറ്റടിക്കുന്നത്. ഒരു മിനിറ്റ്. ഭയങ്കര ചാടയല്ലേ ഇവൻ. നിനക്ക് മരുന്ന് എത്തിച്ചല്ലോ ഓന്റെ മെയിൻ പണി. ഓന്റെ മെയിൻ പണി ഇതാണ്. അത് കഴിച്ചിട്ടേ വരുള്ളൂ. ആ, അതെ വരുന്നുണ്ട്. ആർക്കാ സട്ട പറത്തണോ? എനിക്കാ. മറന്നു ഞാൻ തരാം. ഇന്ന് പൈസ തന്നാ ലീവിന് പോയി വരുമ്പോ വാങ്ങിത്തരാം. സാധനം എങ്ങനെയുണ്ട്? സൂപ്പർ. ഒരു ബോട്ടിൽ 8000 രൂപ. നോ ബാർഗിങ്. കൊടുക്കടാ, ഞങ്ങളെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. കൊടു. ഇത് 3000 ഉണ്ട്. ബാക്കി സാധനം തന്നിട്ട്. ഓക്കെ സാർ. ഓക്കെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ സുഗന്ധാണ് ആ പോണത്. വാ, കേറ്. ഹായ് കല്യാണി. ആരാ? ഞാൻ മണി, ഓൾഡ് ഈസ് ഗോൾഡിലെ ഗിറ്റാറിസ്റ്റാ. ഓ, ദേവന്റെ ഫ്രണ്ടാ? ആ, ദേവനുണ്ടോ കൂടെ? ഇല്ല, ഞാനിവിടെ കടയിൽ വന്നതാ. ദേവൻ കല്യാണിയെ കാണാൻ വന്നിരുന്നില്ലേ? അതെ. അവൻ എന്നോട് പറഞ്ഞിരുന്നു. അന്ന് മുതല് അവൻ ഭയങ്കര സന്തോഷത്തിലാ. അതെന്താ? കാഴ്ചയുള്ളവര് സൗന്ദര്യം കണ്ടല്ലേ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ദേവനും കല്യാണിയൊക്കെ മനസ്സുകൊണ്ടല്ലേ ഇഷ്ടപ്പെടുന്നത്. അന്നൊരു കോഫി പോലും കുടിക്കാതെ ദേവൻ പോയത്. അതൊക്കെ ഇനിയാവാലോ. എവിടെയാ ദേവൻ താമസിക്കുന്നത്? ഞങ്ങൾ ഒരുമിച്ചാ ഓൾഡ് ഈസ് ഗോൾഡിന്റെ ക്യാമ്പില്. ആഹാ, അപ്പൊ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല രസമായിരിക്കുമല്ലോ. പിന്നെ നല്ല ശബ്ദാ ദേവന്റെ. മറ്റെവിടെയെങ്കിലും നോക്കിക്കൂടെ? ഞങ്ങളും പറയാറുണ്ട്, പക്ഷെ അവൻ പോവൂല. അതെന്താ? ഞങ്ങള് കുറെ പേരുടെ ചോറ് അവന്റെ ശബ്ദം അവനറിയാം. അതാ. കല്യാണി, ഞാനെന്നാ അങ്ങോട്ട് നീങ്ങുവാ. ശരി. മണി, ആ, ദേവനോട് എന്റെ അന്വേഷണം പറയണേ. പറയാട്ടോ. എത്തുന്നാണല്ലോ. നിങ്ങൾ ആരും പെണ്ണ് കെട്ടരുത്. പെണ്ണ് കെട്ടി എല്ലാവരുടെയും ജീവിതം നായ ഓടിച്ചിട്ട് നക്കും. അതിലിപ്പോ ആരാ നക്കിയത്? എന്റെ ഈ ശരീരത്തിൽ 1 ഇഞ്ച് സ്ഥലം പോലും നക്കാനായിട്ട്. ഇവിടെ മരുന്നിന് പോലും പെണ്ണെ കിട്ടാതിരിക്കുമ്പോഴാണ് ബോസ് 2 കിട്ടിയത്. ഇതെങ്ങനെ ശരിയാവും? കെട്ടിയ കാര്യത്തെ പറ്റി പറയരുതിട്ടാ. അതെന്താ ബോസേ? അതോ